ചെല്ലി രക്ഷപ്പെട്ടു. ചെല്ലി കല്യാണി, മതി, നിർത്ത്. മാറിക്ക്.
ആര് പാലൊഴിക്കുമ്പോഴാണോ ആ പാലിന്റെ നിറം മാറുന്നത്, അവർ കാരണമായിരിക്കും ഈ കല്യാണം തടസ്സപ്പെടുക. ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണത്തിന് നീ കാരണം പ്രശ്നം വരുമെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ കല്യാണം കഴിയുന്നതുവരെ നീ ഈ വീട്ടിൽ വരാൻ പാടില്ല. മാഡം, എന്നോട് ഇവിടെ വരരുതെന്ന് പറയരുത്. ഞാനായിട്ട് ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. എന്നെ വിശ്വസിക്കും മാഡം. അമ്മ, കല്യാണി കുടുംബത്തിന് ഒരു ദോഷം ചെയ്യില്ല അമ്മ. അവൾ അങ്ങനെ ചിന്തിക്കു പോലുമില്ല. പിന്നെ എന്തിനാ വെറുതെ കല്യാണിയെ? വേണ്ട. ഇവിടെയുള്ള എല്ലാവരെക്കാളും കല്യാണിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. കല്യാണിക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്ത് വാദിക്കണമെന്നുമില്ല. ഇതെന്റെ തീരുമാനമല്ല, സാക്ഷാൽ പരമേശ്വരന്റെ തീരുമാനം. അഖിലേ, എന്താ ഇത്? എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ? കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടനും കേട്ടതല്ലേ ഗുരുജി പറഞ്ഞതും? എനിക്ക് ഒരു തടസ്സവും കൂടാതെ ആനന്ദിന്റെയും ഗംഗയുടെയും കല്യാണം നടന്നു കാണണം. അതിന് ഇതാണ് തടസ്സമെങ്കിൽ ആ തടസ്സം ഒഴിവാക്കണം. കല്യാണി, നീ ഈ നിമിഷം തന്നെ ഈ വീട് വിട്ട് പുറത്തു പോണം. കല്യാണി പറഞ്ഞത് കേട്ടില്ലേ? പോകാൻ. ഈ കല്യാണം കഴിയുന്നത് വരെ ഔട്ട് ഹൗസിൽ അതിന്റെ സ്ഥാനം. പോകാൻ. കണ്ടില്ലേ, വീണ്ടും പരീക്ഷിക്കപ്പെടുകയാണ്. എന്നാ ഇതിനൊരു അവസാനം? എന്റെ വല്യുഞ്ഞു പോലും. തൃച്ചംബരത്തേക്ക് ഇനി ഈ കല്യാണിക്ക് പ്രവേശനമില്ല. ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്ത്? നീ പറ. എല്ലാം കണ്ടോണ്ട് ഇവിടെ തന്നെ നിൽക്കല്ലേ? വാ.
എന്താ കല്യാണി ഇത്? കരയാനും മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? അതോ എന്നോടുള്ള ദേഷ്യമാണ് ഈ കരഞ്ഞു തീർക്കുന്നത്? എനിക്കെങ്ങനെയാ വല്യുവിനോട് ദേഷ്യപ്പെടാൻ പറ്റണേ? അതിനുള്ള അർഹതയൊന്നും എനിക്കില്ലല്ലോ. സത്യമല്യോന്ന് ഞാൻ പറയണേ. ഞാൻ മനസ്സിലൊന്നും വിചാരിച്ചിട്ടല്ല ശിവലിംഗത്തിൽ അഭിഷേകം നടത്തിയത്. പക്ഷെ എങ്ങനെയാ ഭസ്മത്തിന്റെ നിറം മാറിയെന്ന് എനിക്ക് അറിയില്ല. ഞാൻ മനസ്സിലെന്തോ മറച്ചു വെച്ച അഭിഷേകം നടത്തിയെന്ന് കരുതിയ മാഡം എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്. പക്ഷെ എന്നെ കൂടുതൽ വിഷമിപ്പിച്ചത് അതൊന്നുമല്ല. മാഡം എന്നെ കുറ്റക്കാരിയാക്കിയപ്പോ വല്യുഞ്ഞ് എല്ലാം കേട്ട് മിണ്ടാതെ നിന്നില്ലേ? അതിനർത്ഥം വല്യുഞ്ഞ് എന്നെ തെറ്റിദ്ധരിച്ചു എന്നല്ലേ? അത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതാണോ കാര്യം? ശരിയാ, തെറ്റിദ്ധരിക്കുമായിരുന്നു. ആ ഭസ്മത്തിന്റെ നിറം മാറിയില്ലായിരുന്നെങ്കിൽ. എന്തൊക്കെയാ വല്യുഞ്ഞ് പറയണേ? എടി കെട്ടിയോളെ, ഏതെങ്കിലും ഒരു പെണ്ണിന് സ്വന്തം ഭർത്താവ് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് സഹിക്കാൻ പറ്റുമോ? അവളത് ഏത് വിധേനയും മുടക്കാൻ നോക്കും. എന്നാലല്ലേ അവള് നല്ലൊരു ഭാര്യയാവൂ. നീയും അതേ ചെയ്തുള്ളൂ. നീ ചെയ്തു എന്നല്ല, ഭസ്മത്തിന്റെ നിറം മാറ്റി നീയാണ് എന്റെ ഭാര്യയെന്ന് സാക്ഷാൽ പരമശിവൻ വരെ കാട്ടി തന്നിരിക്കുക. ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ. ഒരുപക്ഷെ ആ ഭസ്മത്തിന്റെ നിറം മാറിയില്ലായിരുന്നെങ്കിൽ നീ ആ ഗംഗയ്ക്ക് എന്നെ വിട്ടുകൊടുക്കാൻ മനസ്സുകൊണ്ട് സമ്മതം പറഞ്ഞതായി ഞാൻ തെറ്റിദ്ധരിച്ചേനെ. നടക്കുന്നതൊക്കെ കാണുമ്പോ എനിക്ക് ഭയം തോന്നുന്നു വല്യുഞ്ഞെ. പകുതി വഴിക്ക് പിരിയേണ്ടി വരുമെന്നൊരു തോന്നൽ. എന്താ കല്യാണി ഇത്? ഇത് പകുതി വഴിയിൽ പിരിഞ്ഞു പോകുന്നൊരു ബന്ധമായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ പിരിച്ചു കളയാൻ പറ്റുമോ എന്റെ കെട്ടിയോൾക്ക്? ദേ നോക്ക്, അമ്മ തീരുമാനിച്ച തീയതിയിൽ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും. ഇത് തൃച്ചംബരത്ത് ആനന്ദ് കൃഷ്ണന്റെ വാക്ക്. പിന്നെ കല്യാണം വരെ നിന്നോട് വീട്ടിലേക്ക് വരണ്ടെന്ന് പറഞ്ഞതോർത്ത് നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. കല്യാണം വരെ നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നേ. അതിനാ നിന്റെ അമ്മായിയമ്മ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞു. നീ എന്തോന്നാടി എന്റെ കെട്ടിയോളെ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ലെന്ന് വെച്ചാ? ഇതുപോലെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക. നിനക്കും ഈ ചെമ്പരത്തിക്കൊക്കെ ചിരിയാണ് അഴക്. ഒരാളിങ്ങനെ ആകെ തകർന്നിരിക്കുന്നത് കാണാൻ എന്താ ഒരു സുഖം, എന്താ രസം. ആ നെഞ്ചിലെത്തി അണയുന്നതിന് മുൻപൊന്ന് ഊതിക്കൊടുക്കാം. നമുക്കതൊക്കെയല്ലേ ചെയ്യാൻ പറ്റൂ. ചേച്ചി, ചേച്ചിക്ക് നല്ല വിഷമമായി അല്ലേ? അല്ലെങ്കിൽ ഇത്തരം ഒരു സന്ദർഭം വന്ന ആരായാലും വിഷമിച്ചു പോവും. നമ്മൾ തോളിലെടുത്ത് വെക്കുമ്പോ നമ്മുടെ തന്നെ ചെവി കടിച്ചു തിന്നുന്നത് ചില്ലറ കാര്യാണോ? ആ ഇനിയിപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ആ കല്യാണിയെ കുറിച്ച് ഓരോ കുറ്റങ്ങൾ വന്ന് പറയുമ്പോ ഞാൻ അവളോടുള്ള ദേഷ്യം വെച്ച് വെറുതെ പറയുന്നതാണെന്നല്ലേ ചേച്ചി പറയാറ്? ഇപ്പൊ മനസ്സിലായില്ലേ അവളുടെ യഥാർത്ഥ നിറം എന്താണെന്ന്? അവള് പുറമേ പാല് പോലെ വെളുപ്പാണെങ്കിലേ ഉള്ളു നിറയെ വിഷമാണ് ചേച്ചി, കാളകൂട വിഷം.
പറഞ്ഞ ചേച്ചി വിചാരിക്കുന്നത് പോലെ അവൾക്ക് ഈ കുടുംബത്തോട് വിശ്വാസവും കൂറൊന്നും ഇല്ല. തന്തയും മോളും കൂടി പാവം ചേച്ചിയെ നവരസങ്ങൾ അഭിനയിച്ച് പറ്റിക്കുന്നതാ. പക്ഷെ തൃച്ചംബരം കുടുംബത്തിന്റെ നേരും നെറിയും ചേച്ചിയുടെ കറകളഞ്ഞ ദൈവവിശ്വാസവും കൊണ്ടാ ആ കല്യാണിയുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇപ്പോഴെങ്കിലും ഈശ്വരൻ നമുക്ക് കാണിച്ചു തന്നത്. ഞാൻ പ്രായത്തിലും പക്വതയിലും ഒക്കെ ചേച്ചിയുടെ ഇളയതാ. പക്ഷെ പറയുന്നതിൽ ഒരല്പം കാര്യമുണ്ടെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം. എന്റെ ചേച്ചി എന്നെ പോലെ വായിട്ട് അലയ്ക്കുന്നവരെയൊക്കെ കണ്ണടച്ച് വിശ്വസിക്കാം. അവര് വലിയ ഉപദ്രവങ്ങളൊന്നും ചെയ്യാത്ത പഞ്ചപാവങ്ങളാ. പക്ഷെ കല്യാണിയെ പോലെ ഒതുങ്ങി മാറി ഊമകളായിട്ട് അഭിനയിക്കുന്നവരുണ്ടല്ലോ, അവരെ വിശ്വസിക്കരുത്. എപ്പ അവസരം കിട്ടുന്നോ അപ്പ ചതിക്കാൻ കാത്തിരിക്കുന്ന ഇനമാ അവരൊക്കെ. അല്ലെങ്കിൽ തന്നെ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. വേറെ ഒരു ചെമ്പരത്തി ചെടിയുമായിട്ട് വന്ന ആ ദരിദ്രവാസി പെണ്ണ് ഇപ്പൊ ചേച്ചിക്ക് കടം തരത്തക്ക വണ്ണം വളർന്നിരിക്കുന്നു. എങ്ങനെ അത് സംഭവിച്ചു? ഏത് വളഞ്ഞ വഴിയിൽ? ഈ വീട്ടിലെ അടുക്കളയിലും മീനിറക്കേണ്ട ആ വൃത്തികെട്ടവളും മുമ്പൊരിക്കൽ ആഭരണപ്പെട്ടിയിൽ കൈവച്ച് അത് മുഴുവൻ എടുത്തിട്ടു. ഇന്നിപ്പൊ കൈയിട്ട് വാരുന്നത് പണപ്പെട്ടിയിലാണോന്നാ എന്റെ ഒരു സംശയം. ഇനിയെങ്കിലും ചേച്ചി ഒരു കാര്യം വിശ്വസിക്കണം. ചേച്ചി എന്നെ വഴക്ക് പറയുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുമെങ്കിലും ചേച്ചിക്കോ ഈ കുടുംബത്തിനോ ദോഷം വരുന്നതൊന്നും ഒരു നിമിഷം പോലും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യേയില്ല. പക്ഷെ അവൾ അങ്ങനെയല്ല. അവൾ ഇത്തിരി ഇമ്മിണി എങ്ങാനും ദ്രോഹമാണോ ചേച്ചിയോട് ചെയ്തത്? അയ്യോ, ആലോചിക്കുമ്പോ തന്നെ എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വരിക. ചേച്ചി അവളെ വീട് വിലയ്ക്കാൻ മാത്രം പോരായിരുന്നു, നാട്ടിൽ നിന്നേ ഓടിക്കണമായിരുന്നു. അത്രയ്ക്ക് അസുര ജന്മം അവള്. ഇനി വേറൊരു സത്യം പറയാണെങ്കിലേ, ആ അടുക്കളക്കാരി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ അപ്പ വന്ന് പറയണമെന്ന് ഞാൻ വിചാരിക്കും. പിന്നെ ഞാൻ എന്തിനാ വെറുതെ ചേച്ചിയെ ടെൻഷൻ അടിപ്പിക്കുന്നെന്ന് കരുതി എല്ലാം മനസ്സിലടക്കി വെക്കുന്നതാ. ഇനിയിപ്പൊ ചേച്ചി അവളെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കി നാളെ പിണ്ടം കൂടി വെക്കാനിരിക്കുന്ന സ്ഥിതിക്ക് ഞാനത് നേരിട്ട് തന്നെ പറയാം. അന്ന് ആ പരമ്പരാഗത മാല ഊരി വെച്ച് അതിന്റെ കൂടെ ഒരു കത്തു എഴുതി വെച്ചിട്ട് അവൾ എങ്ങോട്ടാ പോയെന്ന് ചേച്ചിക്ക് അറിയോ? ഞാൻ പറയാ അതെന്താണെന്ന്. നീ എന്നോട് സംസാരിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വന്ന കല്യാണിയെ കുറിച്ചും 10-22 കൊല്ലങ്ങളായി ഇവിടെയുള്ള നിന്നെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം. അവസരം കിട്ടിയപ്പോ കല്യാണിയെ കുറിച്ച് ഇല്ലാത്ത നുണകളൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാന്ന് നീ കരുതിയെങ്കിൽ തെറ്റിപ്പോയി. കല്യാണിയെ എവിടെ നിർത്തണം, നിന്നെ എവിടെ നിർത്തണം എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇനി മേലിൽ ഇത്തരം തരംതാണ പരിപാടികളുമായിട്ട് എന്റെ മുമ്പിലേക്ക് വന്നാൽ, നീ ഇപ്പൊ പറഞ്ഞില്ലേ പടിയടച്ച് പിണ്ടം വെക്കൽ, അത് കല്യാണിയോടല്ല നിന്നോടാവും ചെയ്യുന്നത്. ഓർമ്മയിൽ വച്ചോ നീ. വേണ്ട കൃഷ്ണേട്ടാ, കൃഷ്ണേട്ടൻ എന്താ പറയാനുള്ളതെന്ന് എനിക്കറിയാം. എനിക്കെന്താ സംസാരിക്കാനുള്ളതെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്ന എന്റെ അഖിലയ്ക്ക് ഒരു ചിരിയിലോ നീണ്ട മൗനത്തിലോ വെങ്ങലുകൾ ഒളിപ്പിക്കുന്ന പാവം പെൺകുട്ടിയുടെ മനസ്സ് കാണാൻ കഴിയുന്നില്ലല്ലോ. അത്രയും പേരുടെ മുന്നിൽ വെച്ച് അവളെ ഇങ്ങനെ ചെറുതാക്കരുതായിരുന്നു. അവളൊരു പാവം പെണ്ണ. അതാ നിന്റെ ആട്ടും തുപ്പും കേട്ടിങ്ങനെ. കൃഷ്ണേട്ടാ, അത് ഗുരുജി. എന്തു ഗുരുജി? ഞാൻ വഴിവെക്കൽ അവസാന ശ്വാസത്തിന് വേണ്ടി പറഞ്ഞപ്പോ ഈ ഗുരുജി ഇല്ലായിരുന്നല്ലോ. നിന്നെ കൈവിലങ്ങ് വെച്ച് ജയിലിൽ കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോ സ്വയം കുറ്റമേറ്റെടുക്കാനും ഞാൻ ആരെയും കണ്ടില്ല. ജാതകം നോക്കി പറഞ്ഞത്? അതെ, ഇന്നലെ പറഞ്ഞത്. അപ്പൊ അതുവരെ നടന്നതല്ല നീ അങ്ങ് മറന്നു. ഞാനൊന്നും ഓർമ്മപ്പെടുത്താനൊന്നും മുതിരുന്നില്ല. തുറന്നങ്ങ് പറയാം,
എനിക്കെന്തോ അത്രയും പേരുടെ മുന്നിൽ വെച്ച് കല്യാണി ഇൻസൾട്ട് ചെയ്തത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? അവൾ മനസ്സൊരുക്കി കരഞ്ഞാൽ തെറിക്കാവുന്ന മേൽക്കൂരയുള്ളൂ തിരുച്ചമ്പരത്തിന്റെ എന്ന് നിനക്കറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. കൃഷ്ണേട്ടാ, ഞാൻ ആ ശിവലിംഗത്തിന്റെ കളറ് ഭയമെന്ന ഒറ്റ വാക്ക് മതിയല്ലോ. നിനക്ക് ഭയമാ, അത് ജാതകത്തെയും ശിവലിംഗത്തെയും ഒന്നുമല്ല. കൃഷ്ണേട്ടാ പ്ലീസ്. അഖിലേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഗംഗയുമായി ആനന്ദിന്റെ കല്യാണ തീയതി നിശ്ചയിച്ച നീ അതിനു മുന്നേ അവന് ഗംഗയെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചിരുന്നു? ചോദിക്കില്ല, കാര്യം നിനക്കറിയാം അതിന്റെ ഉത്തരം. എന്നോട് ചോദിച്ച അനുവാദം വാങ്ങി, അതൊക്കെ. പക്ഷെ അപ്പോഴും ഞാൻ കരുതിയത് നീ ആനന്ദിനോട് സംസാരിച്ചിട്ടുണ്ടാകുമെന്ന. നീ ഇതാണ് ആനന്ദിന്റെ പെണ്ണെന്ന് അവതരിപ്പിക്കുമെന്നറിഞ്ഞ് ഞാൻ ബോധപൂർവ്വം മാറിയെന്നു. കൃഷ്ണേട്ടാ, ആനന്ദ് എതിർത്തില്ലല്ലോ, അവന് ഇഷ്ടക്കേടും പറഞ്ഞില്ലല്ലോ. നീ ഒരു കാര്യം പറയുമ്പോ അവൻ എതിർക്കില്ല എന്ന് നിനക്ക് നല്ല ബോധ്യമുണ്ട്. അതുപോലെ ഞാനൊരാണല്ലേ അച്ഛ, എന്റെ കല്യാണക്കാരൻ തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും എനിക്കില്ലേ എന്നെന്റെ മോൻ എന്റെ മുഖത്തൂക്കി ചോദിക്കില്ലെന്നും എനിക്കറിയാം. അവൻ അത്രയ്ക്ക് പാവമാണ്. തോറ്റുപോയിട്ടുണ്ടാകും എന്റെ കുഞ്ഞ്. അതിനേക്കാൾ അവന് വേദന നമ്മളെക്കുറിച്ചുള്ള വിശ്വാസം തകർന്നു പോയതിലായിരിക്കും.